വർദ്ധിച്ചുവരുന്ന കള്ള ടാക്സികൾക്കും അനധികൃത റെന്റ് കാറുകൾക്കും എതിരായി KDTO തൃപ്പയാറിൽ പ്രതിഷേധ പ്രകടനവും RTO ഓഫീസിന് മുൻപിൽ ധർണയും നടത്തി. KL 75 സോണിന്റെ നേതൃത്വത്തിൽ പലതവണ പരാതി കൊടുത്തിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്ത മോട്ടോർ വകുപ്പിനെതിരെയാണ് പ്രതിഷേധം. തൃപ്പയാർ ബസ് സ്റ്റാൻഡ് പരിസരത്തിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം KDTO സംസ്ഥാന ട്രഷറർ സജീഷ് ഗുരുവായൂർ ഫ്ലാഗ് ഓഫ് ചെയ്തു. തുടർന്ന് തൃപ്പയാർ സബ് RTO ഓഫീസിന് മുൻപിൽ വെച്ച് നടന്ന പ്രതിഷേധ ധർണ സംസ്ഥാന സെക്രട്ടറി ബാബുലയൻ തൃശൂർ ഉദ്ഘാടനം ചെയ്തു. ആ കള്ള ടാക്സിയെ എങ്ങനെ പിടിക്കാം എന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അടിവാരം മുതൽ കൽപ്പറ്റ വരെയുള്ള സ്ഥലങ്ങളിലുള്ള ഡ്രൈവർമാരെ ആഡ് ചെയ്തുകൊണ്ട് ആ ഗ്രൂപ്പിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തിയതിന്റെ ഭാഗമായി ആ കള്ള ടാക്സിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിയുകയും ചെയ്തു. ഇതാണ് ഈ സംഘടനയുടെ ആദ്യത്തെ പണി. ആ തുടക്കം തൊട്ട് തന്നെ കള്ള ടാക്സിക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടുക്കുന്ന ഒരു സംഘടനയാണ് കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ. അതിനുശേഷം ഇത്തരത്തിലൊരു സംവിധാനം ഉണ്ടായാൽ കേരളത്തിനകത്തുള്ള മുഴുവൻ ടാക്സി തൊഴിലാളികളെയും ടാക്സി ഓടിച്ച് ഉപജീവനം നടത്തുന്നവരെയും ഒരു രാഷ്ട്രീയത്തിന്റെ പിന്നിലേക്കോ ഒരു മതത്തിന്റെ പിന്നിലേക്കോ മറ്റൊരു കാറ്റഗറിയിലെയും പിന്നിലേക്ക് ഉൾക്കൊള്ളിക്കാതെ ഒരൊറ്റ കൊടുക്കീഴിൽ കൊണ്ടുവരാൻ വേണ്ടി നമ്മളൊക്കെ പരിശ്രമിച്ചു. KL 75 സോൺ പ്രസിഡന്റ് ജോയ് പുത്തൻപീടിക അധ്യക്ഷനായി. യോഗത്തിൽ സോൺ സെക്രട്ടറി സുദീപ് തൃത്തല്ലൂർ, തൃശൂർ ജില്ലാ പ്രസിഡന്റ് ശ്രീനി വെളിയത്ത്, ജില്ലാ സെക്രട്ടറി ആഷിഖ് ഗുരുവായൂർ, ട്രഷറർ മഹേഷ് തമ്പുരാൻ ബടി, സംസ്ഥാന സമിതി അംഗം വിനോദ് കോടാലി, മൻസൂർ ചാവക്കാട്, അശോകൻ പഴുവിൽ എന്നിവർ സംസാരിച്ചു.